ഓക്സ്ഫോർഡിലെത്തുമ്പോൾ ചരിത്രപ്രധാനമായ ഒട്ടേറെ കെട്ടിടങ്ങളും സ്ഥലങ്ങളും കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചരിത്രം തന്നെ ആരംഭിച്ച സ്ഥലം അതാണ് ഈ കാണുന്ന യൂണിവേഴ്സിറ്റി ചർച്ച് ഓഫ് സെൻറ്റ് മേരി ദ വെർജിൻ എന്ന് പറയുന്ന പഴയൊരു ചർച്ച്. ഇതൊരു സാധാരണ പള്ളി മാത്രമല്ല, ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ജന്മസ്ഥലം, അതുപോലെ തന്നെ മതപരമായ വിപ്ലവങ്ങളുടെ വേദി, പ്രശസ്ത ചിന്തകരുടെ പ്രസംഗവേദി, കൂടാതെ ഓക്സ്ഫാം എന്ന ലോകപ്രശസ്ത സംഘടനയുടെ ജന്മസ്ഥലം കൂടിയാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് സ്വന്തം കെട്ടിടങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് സർവകലാശാലയുടെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നത് ഈ പള്ളിയായിരുന്നു. ഇവിടെ വെച്ച് ക്ലാസ്സുകൾ നടന്നിരുന്നു, സർവകലാശാലയുടെ യോഗങ്ങൾ ചേർന്നിരുന്നു, ബിരുദാനന്തര ചടങ്ങുകൾ നടന്നിരുന്നു, അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ ഭരണകാര്യങ്ങൾ നടത്തപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല ചരിത്രകാരന്മാരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വാസ് ബോൺ ഹിയർ എന്ന് ഈ ഒരു ചരിത്രത്തിൽ പറയാറുണ്ട്, ഈ ഒരു കെട്ടിടത്തിൽ പറയാറുണ്ട്. 1000 വർഷങ്ങൾക്ക് മുന്നേയുള്ളൊരു ചരിത്രം ഈ ഒരു പള്ളിക്കും കെട്ടിടത്തിനുമുണ്ട്. 11-ാം നൂറ്റാണ്ടിലെ രേഖകളിൽ ഇവിടെ ഒരു പള്ളി ഉള്ളതായിട്ട് കാണാം. ഇന്നുള്ള കെട്ടിടത്തിൻ്റെ ഏറ്റവും പഴയ ഭാഗം 1270കളിൽ നിർമ്മിച്ച ഗോപുരമാണ്. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ മനോഹരമായ സ്പയർ ചേർത്തു. 15-ാം നൂറ്റാണ്ടിൽ പഴയ പള്ളി തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ വലിയ പുനർനിർമ്മാണം നടന്നു. ഇന്നത്തെ ഭൂരിഭാഗം കെട്ടിടവും അന്നാണ് രൂപം കൊണ്ടത്. 1320ഓടെ ചർച്ചിന്റെ അടുത്തായിട്ട് മുകളിലത്തെ നിലയിൽ ഒരു കെട്ടിടം പണിതിരുന്നു. അവിടെയായിരുന്നു ഓക്സ്ഫോർഡിന്റെ ആദ്യത്തെ ലൈബ്രറി ആയിട്ട് പ്രവർത്തിച്ചത്. ഇന്നത്തെ ചർച്ചിന്റെ പ്രധാന രൂപം 15-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ചതാണ്. എന്നാലും 1270കളിൽ നിർമ്മിച്ച ടവർ ഇപ്പോഴും അവിടെയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെയറും 14-ാം നൂറ്റാണ്ടിൽ ചേർത്തതാണ്. ആ ഒരു ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്സ്ഫോർഡിൻ്റെ ആകാശ ദൃശ്യം ഏറ്റവും മനോഹരമായി കാണുന്ന ഒരു സ്പേസാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് സന്ദർശിക്കാൻ വരുന്നവർ ഈ ഒരു ടവറിൽ നിന്നുള്ള ദൃശ്യം ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഓക്സ്ഫോർഡിലെ ചരിത്രപ്രധാനമായ ഒട്ടേറെ കെട്ടിടങ്ങളും റാഡ്ക്ലിഫ് ക്യാമറയുടെയൊക്കെ ഏറ്റവും മനോഹരമായ ദൃശ്യമൊക്കെ കാണുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെയുള്ള സ്പയർ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കാണ്. യൂണിവേഴ്സിറ്റി ചർച്ച് ഓഫ് സെൻറ്റ് മേരി ദ വെർജിൻ എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1-2 വീഡിയോയിൽ തീരില്ല, അത്ര പ്രാധാന്യമുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഓരോ ചരിത്രമുണ്ട്. ഇവിടെ നടന്ന പല കലാപങ്ങൾ, പല ഡെവലപ്മെൻറ്റുകൾ, വിദ്യാഭ്യാസമായിട്ട് കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നിനും ഓരോ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്സ്ഫോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇന്നിപ്പം ഇത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പല ചടങ്ങുകളും ഇന്നും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഇന്ന് ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത്. ഗോത്തിക് കാലഘട്ടത്തിലുള്ള വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതമാണ് ഈ ഒരു കെട്ടിടം. അപ്പോൾ ആ ഒരു ഓക്സ്ഫോർഡിൻ്റെ ചരിത്രമുറങ്ങുന്ന കെട്ടിടത്തിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഓക്സ്ഫോർഡിൻ്റെ വീഡിയോകൾ തുടരും.